ജീവിതത്തിൽ കയ്യും കണക്കുമില്ലാത്ത ദോഷങ്ങൾ നാം ചെയ്തു കൂട്ടുന്നവരാണ്. കാണുന്നത് തെറ്റുകളാണ്, കേൾക്കുന്നത് ഹറാമിയത്താണ്, നടക്കുന്നത് ഹറാമ് കലർപ്പുള്ളതിലേക്കാണ്, പിടിക്കുന്നത് അത് ഹറാമ് കലർപ്പുള്ളതാണ്, എല്ലാം ഹറാമുമായി ബന്ധപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ദിവസവും 100 പ്രാവശ്യം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുമായിരുന്നു എന്ന് ഹദീസിൽ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ആരംഭ നബിതങ്ങൾ, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന ആരംഭ നബിതങ്ങൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, സർവ്വ അമ്പിയാക്കന്മാരുടെ സയ്യിദ്, എല്ലാവരുടെയും സയ്യിദ്, നബിയെ അങ്ങയെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമില്ലായിരുന്നുവെങ്കിൽ ഈ ലോകങ്ങളോ അണ്ടകടാഹങ്ങളോ ഒന്നും ഞാൻ പടക്കുമായിരുന്നില്ല എന്ന് ഏതൊരു പ്രവാചകനെ കുറിച്ചിട്ടാണോ അല്ലാഹു തആല പറഞ്ഞത്, ആ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, മഅസൂമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, പാപ സുരക്ഷിതനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിൻ 100 മറ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹ്, ദിവസവും 100 പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയിട്ട് ഞാൻ അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കുമെന്ന് ആരംഭ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുകളിൽ മാത്രം മുങ്ങി കുളിക്കുന്നവരാണ് നാം. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം തെറ്റുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഓരോ അവയവങ്ങൾ തെറ്റുമായി ഏറെ ബന്ധപ്പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ റമദാനിന്റെ 2ാമത്തെ 10 അല്ലാഹു തആല ധാരാളമായി അവന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുന്ന ദിവസങ്ങളാണ്. അല്ലാഹുവിനോട് പുറകെ ചോദിക്കണം. അതിനാണ് മഹാരഥന്മാർ, നമ്മുടെ സലഫു സാലിഹീങ്ങൾ, പൂർവീകന്മാർ 1ാമത്തെ 10 റഹ്മത്തിന്റെ 10 ആയതുകൊണ്ട് അല്ലാഹുമ്മ റഹ്മീ യാ അർഹമർ റഹീമീൻ എന്ന് ചോദിക്കാനും, 2ാമത്തെ 10 വഅൗസതുഹു മഗ്ഫിറ, 2ാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10 ആണ് എന്ന് മഹാരഥന്മാർ നമ്മോട് പഠിപ്പിച്ചു തന്നു. ആ മഹാന്മാർ, നമ്മുടെ പൂർവീകന്മാർ നമുക്ക് കൈമാറി തന്നതായ ഒരു ദിക്റാണ്. ഹദീസിൽ വാരിതല്ലെങ്കിലും, ഹദീസിൽ വന്നതായ ദിക്റല്ലെങ്കിലും മഹാന്മാർ, കഴിഞ്ഞുപോയ മഹാന്മാർ അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ധാരാളമായി വർദ്ധിപ്പിക്കണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കേവലം നമ്മുടെ നാക്കുകൊണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ കൈയും നമ്മുടെ മനസ്സും എല്ലാം അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കണം പൊറുക്കലിനെ. നമ്മുടെ മനസ്സറിഞ്ഞ് ചോദിക്കണം. മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണെങ്കിൽ അല്ലാഹു തആല നമ്മുടെ എത്ര വലിയ പാപമാണെങ്കിലും പൊറുക്കു തരും. ഒരു സംഭവം മാത്രം ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒരവസരത്തിൽ മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ബനൂ ഇസ്രായേൽക്കാർ വന്നിട്ട് പറയുകയാണ്, കലീമുല്ലാഹി മൂസാ തങ്ങളെ, ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്, വല്ലാത്ത മോശപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. അവനിൽ ഇല്ലാത്ത തെറ്റുകളില്ല, കുറ്റങ്ങളില്ല. നാട്ടിലെ ഏറ്റവും വലിയ ഭംഗി വലിക്കുന്ന ആളാണ്. നാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനാണ്. നാട്ടിലെ ഏറ്റവും വലിയ വ്യഭിചാരിയാണ്. നാട്ടിലെ ഏറ്റവും വലിയ കള്ള് കച്ചവടം നടത്തുന്ന ആളാണ്. ഏറ്റവും വലിയ കള്ളനാണ്. എല്ലാ തെറ്റുകളും അയാളിലുണ്ട്. അയാളെ കാരണം കൊണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് കാരണവന്മാർ, നല്ല നല്ല ആൾക്കാർ മുഴുവനും ഒഴിത്തുള്ളി പോയിട്ടുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ, നല്ലവരായ ചെറുപ്പക്കാർ, ദീനീയ ബോധമുണ്ടായ ചെറുപ്പക്കാർ, അവർ ദീനിൽ നിന്നിട്ട് അകന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് മൂസാ നബിയെ, ആ ചെറുപ്പക്കാരന് ഞങ്ങളുടെ നാട്ടിൽ നിന്നിട്ട് മറ്റൊരു നാട്ടിലേക്ക് നാട് കടത്തണമെന്ന് മൂസാ നബിയോട് ആവശ്യപ്പെടുകയാണ്. അല്ലാഹു തആലയോട് മൂസാ